ഹലോ കിച്ചുമോനെ താജ്മാമനാ. ആ മാമ പറഞ്ഞു. ഞാൻ നിന്നെ ഇന്നലെ എത്ര പ്രാവശ്യം വിളിച്ചു മോനെ? ഞാനേ ആന്ധ്രാപ്രദേശിലൊക്കെ ആയിരുന്നു, പോയിട്ട് വന്നേ ഉള്ളായിരുന്നു. ആന്ധ്രാപ്രദേശിൽ എവിടെ പോയ മോനെ? പോയെ എവിടെ പോയ ആന്ധ്രാപ്രദേശില്? കാളഹസ്തി അമ്പലത്തിൽ പോയി. ആ മോനെ, ഞാന് എന്നെ ഈ പിന്നെ പപ്പായ്ക്ക് എന്നെ പിടിച്ചിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ മോനെ? നോർത്ത് പോയി ഞാൻ ഇതിലൊന്നിനും ഇല്ല. അല്ല മോനെ, ഞാന് മോനറിയാലോ, ഞാൻ പിന്നെ മാമൻ സഹായിച്ചിട്ടുണ്ടോ ഇല്ലയോ? ആ സഹായിച്ച എന്നെ സാറേന്ന് വിളിച്ച് പപ്പ എന്നെ എന്തെല്ലാം പറഞ്ഞു എന്നുള്ളത് മോന് നോർത്ത് പോയി. എനിക്ക് ഭയങ്കര വിഷമായി പോനെ. കാരണം ഞാൻ നിന്നെ തൊട്ടിൽ കിടത്തിട്ടുള്ളപ്പോ എനിക്ക് നിന്നെ അറിയാവുന്ന. പിന്നെ അതുപോലെ ഇളയ കുഞ്ഞിനെയാണെങ്കിലും ഞാന് ഇപ്പൊ എത്ര ആൾക്കാരെന്നറിയാം എന്നെ ഇത് കണ്ടു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സഹായം ചെയ്തവരും ചെയ്യാണ്ടിരിക്കുന്നവരൊക്കെ വിളിച്ചിട്ട് പറയും നമ്മൾ എന്തിനാ ഇങ്ങനൊക്കെ. ശരിയല്ലേ മോനെ? ആ വീട് ചോരുന്നെന്ന് മോൻ തോന്നിയിട്ടുണ്ടോ? മോനെ നിനക്ക് വേണ്ടി പറഞ്ഞു തന്നെ വീടാ എന്റെ പൊന്നു മോനെ. മോന് വേണ്ടി പറഞ്ഞു തന്നെ വീടാ. മോൻ അവിടെ നിക്കണം. മോനിപ്പോ പഠിത്തം കഴിഞ്ഞോ? ആ പഠിത്തം കഴിഞ്ഞ് മോനെ അവിടെ വന്ന് നിക്കണം. മോന്റെ അനിയനും വേണ്ടി പറഞ്ഞു തന്ന വീടാ. ഇപ്പൊ എനിക്ക് ആരും ഇല്ലാത്തവരായിട്ട് തോന്നുന്നത് മോനെയാ. കാരണം മോൻ അച്ഛനും ഇല്ല, അമ്മയില്ല. അതുകൊണ്ട് എനിക്ക് മോനോട് ഞാൻ മോനെ ഗുണദോഷിച്ചിട്ടില്ലേ? ഉണ്ട്. ഈ മോനെ പറ്റി എന്തൊക്കെ ഇവര് പറഞ്ഞു എന്നുള്ളത് എന്റെ ഉള്ളിൽ കിടപ്പുണ്ട് മോനെ മൊത്തവും. മോനറിയാമല്ലോ. ആ മോനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. നീ ബൈക്ക് എടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റി എന്നോട് പറഞ്ഞു എനിക്കറിയാം. നീ കാർ എടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റിയെന്ന് എനിക്കറിയാം. നിനക്കൊരു 500 രൂപ അവർ വരുമ്പോൾ എന്തൊക്കെ പറഞ്ഞു എനിക്കറിയാം. എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം. ഞാൻ മോനോട് പറഞ്ഞില്ല മോനെ മുടി വെട്ടി ചോദിക്കണെന്ന് പറഞ്ഞിട്ടില്ലയോ? അത് എനിക്ക് എന്തോ ഇഷ്ടം കൊണ്ട് മോനോട് പറയുന്നത്. നല്ല പഠിക്കണം കേട്ടോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മോൻ എന്നെ വിളിക്കണം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, പഠിക്കുന്ന കാര്യത്തിന് വേണ്ടി.